ക്രേസി ട്യൂട്ടേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കമ്പ്യൂട്ടർ സയൻസ് അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ്റെ നമ്പർ സിസ്റ്റം എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് പഠിക്കുന്നത്. ഇത് വളരെ 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 സിമ്പിളായിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, എന്നാൽ കുഴയ്ക്കുകയും കൂടെ ചെയ്യും. മനസ്സിലായോ? അപ്പോൾ എക്സാമിനൊക്കെ എല്ലാവർക്കും +1 +2 ആണെങ്കിലും ശരി, ഡിഗ്രി ലെവലിലേക്ക് പോകുമ്പോഴും MCA പോകുമ്പോഴും ഒക്കെ ഭയങ്കരമായിട്ട് നമ്മളെ കുഴപ്പിച്ച് കളയും, നമ്മൾ പഠിച്ചില്ലെന്നുണ്ടെങ്കിൽ, പ്രാക്ടീസ് ചെയ്തിട്ടില്ലെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് ഇത് നന്നായിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്യുക. വളരെ സിമ്പിളാണ്. ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള ഒരു ഐഡിയ വെച്ചിട്ട് പഠിക്കുക. ഞാനിപ്പോൾ ഓരോന്നും ഇതിനകത്ത് നിന്ന് എന്തൊക്കെയാണ് എന്നുള്ളത് ഓരോന്നോരോന്നായിട്ട് ഞാൻ പറഞ്ഞു തരാം. ഒന്നാമത്, നമ്പർ സിസ്റ്റത്തിൽ നമ്മൾ 4 ടൈപ്പ് നമ്പർ സിസ്റ്റമാണ് പഠിക്കുന്നത്. 1 ബൈനറി നമ്പർ സിസ്റ്റം, 2 ഒക്ടൽ നമ്പർ സിസ്റ്റം, 3 ഡെസിമൽ നമ്പർ സിസ്റ്റം, 4 ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം. ഓരോ നമ്പർ സിസ്റ്റത്തിനും ബേസ് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ബൈനറി നമ്പർ സിസ്റ്റം എപ്പോഴും 2 ആയിരിക്കും. ഒക്ടൽ നമ്പർ സിസ്റ്റം ബേസ് 8 ആയിരിക്കും. ഡെസിമൽ നമ്പർ സിസ്റ്റത്തിന്റെ ബേസ് 10 ആണ്. ഹെക്സാഡെസിമൽ നമ്പേഴ്സിന്റെ ബേസ് 16 ആണ്, 16 ആണ്. ഓക്കെ, ഇനി നിങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യം, ഓരോന്നിൻ്റെയും കൺവേർഷൻ മെത്തേഡുകളുണ്ട്. അതായത് ബൈനറിയിൽ നിന്നാണെങ്കിൽ ബൈനറി ടു ബൈനറി ഇല്ല, ബൈനറിയിൽ നിന്നും എന്താണ് ഡെസിമലിലേക്ക്, ഒക്ടൽ 8 ആണ് ഒക്ടൽ, പിന്നെ ഡെസിമൽ, പിന്നെ ഹെക്സാഡെസിമൽ, പിന്നെ അതിനുശേഷം എന്താണ് ബൈനറി കഴിഞ്ഞാൽ പിന്നെ ഡെസിമലാണ്, ഒക്ടലാണ്. ഒക്ടലിൽ നിന്നും ഏതിലേക്കൊക്കെ കൺവേർട്ട് ചെയ്യണം? ഡെസിമലിലേക്ക്, പിന്നെ ഒക്ടലിൽ നിന്ന് ഡെസിമലിലേക്ക്, ഹെക്സാഡെസിമലിലേക്ക്, ബൈനറിയിലേക്ക്. പിന്നെ അതുപോലെ തന്നെ എന്താണ് ഡെസിമൽ ഉണ്ട്, ഡെസിമലിൽ നിന്ന് ബൈനറി, ഒക്ടൽ, ഹെക്സാഡെസിമൽ. പിന്നെ ഹെക്സാഡെസിമൽ ആണെങ്കിലോ ബൈനറി, ഒക്ടൽ, ഡെസിമൽ. അതായത് ഓരോന്നിനെ കൊണ്ടും മറ്റ് 3 എണ്ണത്തിനെ കൺവേർട്ട് ചെയ്യുന്ന മെത്തേഡുകൾ നമ്മൾ പഠിച്ചു വെക്കണം. അത് എക്സാമിന് എപ്പോഴും ചോദിക്കും. ശരി, എങ്ങനെയാണ് ബൈനറിയിൽ നിന്നും ഒക്ടലിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ആദ്യം നോക്കേണ്ടത്? ഇങ്ങനെ നോക്കിയാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് എഴുതി വെച്ചതാണ് ഓരോന്നും. അതായത് ബൈനറിയിൽ നിന്ന് ഒക്ടലിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ 3 ബിറ്റിൻ്റെ ഗ്രൂപ്പിംഗ് ആണ് ചെയ്യേണ്ടത്. ഡെസിമലിലേക്കാണെങ്കിൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഹെക്സാഡെസിമലിലേക്കാണെങ്കിൽ 4 ബിറ്റിൻ്റെ ഗ്രൂപ്പിംഗ് ആണ്. അപ്പോൾ ഒരു കാര്യത്തിൻ്റെ ബേസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ പഠിക്കുമ്പോൾ ഭയങ്കര കൺഫ്യൂസിങ് ആണ്. അപ്പോൾ ഞാൻ ഇതിന് ഓരോന്നിനും ഓരോ ബെറ്റർ ഐഡിയ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഓക്കെ, ഇവിടെ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 0 മുതൽ 9 വരെ, 0 to 9 വരെ കൃത്യമായിട്ട് 0, 1, 2, 3, 4, 5, 6, 7, 8, 9 എന്ന് തന്നെ ആയിരിക്കും പറയുക. 10 വന്നു കഴിഞ്ഞാൽ അവിടെ A ആയിട്ടായിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. 11 ആണെങ്കിൽ B, 12C, 13D, 14E, 15F. അങ്ങനെയായിരിക്കും നമ്മൾ ഇവിടെ നമ്പർ സിസ്റ്റത്തിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. തൽക്കാലം ഷോർട്ടായിട്ട് മാത്രമേ പറയുന്നുള്ളൂ. ഇതിൻ്റെയൊക്കെ കാര്യങ്ങളും കാരണങ്ങളും ഒക്കെ വിവരിക്കാൻ സമയമില്ല. നമുക്കിത് വേണ്ടത് നമ്പർ സിസ്റ്റം, നമ്പർ കൺവേർഷൻ മാത്രമാണ്. ഓക്കെ, ആദ്യമേ ബൈനറിയിൽ നിന്നുമുള്ള കൺവേർഷൻ പഠിക്കാം. ബൈനറിയിൽ നിന്നുമുള്ള മുഴുവൻ കൺവേർഷനും പഠിക്കാം. ബൈനറിയിൽ നിന്നും അതുപോലെ ബൈനറിയിലേക്കും ആദ്യമേ നിങ്ങൾ അത് പഠിച്ചു വെക്ക്. അത് കാണാതെ പഠിച്ചു വെച്ചാൽ എക്സാം ഹാളിൽ ചെല്ലുമ്പോൾ, ഇത് ഒരു വട്ടം ചെയ്ത് പഠിച്ചാൽ പിന്നെ എക്സാം ഹാളിൽ ചെല്ലുമ്പോൾ ഇത് ഓർത്ത് വെച്ചാൽ ഈസി ആയിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ നോക്കിയേ, ബൈനറിയുമായിട്ട് ഒക്ടൽ കൺവേർഷനാണ് നമ്മൾ നോക്കുന്നത്. ഒക്ടലുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാ തരത്തിലുള്ള കൺവേർഷനും. ഇനി നെക്സ്റ്റ് ഡെസിമലിൽ നിന്നുള്ള കൺവേർഷനും ഹെക്സാഡെസിമലിൽ നിന്നുള്ള കൺവേർഷനും കൂടെ പഠിക്കുക. ഡെസിമലിലുള്ള കൺവേർഷൻ. ഓക്കെ, ബൈനറി ടു ഒക്ടൽ കൺവേർഷൻ. ആദ്യം മുതൽ നമ്മൾ കൺവേർഷൻ പഠിക്കാൻ തുടങ്ങുകയാണ്. കൺവേർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഓരോന്നിൽ നിന്നും ഓരോന്നിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. ആദ്യം ബൈനറിയിൽ നിന്നും ഒക്ടലിലേക്കുള്ള കൺവേർഷനാണ്. എങ്ങനെയാണ് ഇത് കൺവേർട്ട് ചെയ്യുന്നത്? എക്സാമ്പിൾ, കൺവേർട്ട് 1110 ടു ദ ബേസ് 2 ടു ഡെസിമൽ. അതായത് ബൈനറി നമ്പറിനെ ഡെസിമൽ നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഈ നമ്പറിനെ നമ്മളിപ്പം നമുക്ക് എളുപ്പം മനസ്സിലാകാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനെ എന്ത് ചെയ്യുക? എടുത്ത് ഇങ്ങോട്ടേക്ക് എഴുതുക. 1110 എന്നിട്ട് എന്ത് ചെയ്യണം? നമ്മൾ എന്തായാലും നേരത്തെ പറഞ്ഞത് 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണമെന്നല്ലായിരുന്നു ഞാനൊരു കോഡ് പറഞ്ഞിരുന്നത്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? 1 ഇവിടെ നോക്കിക്കുക, 1 ഇൻറ്റു, അതായത് ഇവിടെ 0യിൽ നിന്നും ഇവിടുന്ന് റൈറ്റ് സൈഡിൽ നിന്നും ലെഫ്റ്റ് സൈഡിലേക്ക് എന്ത് ചെയ്യണം? 2ൻ്റെ പവർ എഴുതി പോകണം. 2 raised to 0, 2 raised to 1, 2 raised to 2, 2 raised to 3, അങ്ങനെ എക്സെട്ര എത്ര ഉണ്ടോ അങ്ങനെ എഴുതി പോകണം. എന്നിട്ട് എന്ത് ചെയ്യുക? ഇവിടെ നിന്നാണ് മൾട്ടിപ്ലൈ ചെയ്ത് കാണിക്കേണ്ടത്. 1 ഇൻറ്റു 2 raised to 3 പ്ലസ് 1 ഇൻറ്റു 2 raised to 2, ഓക്കെ, പ്ലസ് 1 ഇൻറ്റു 2 raised to 1 പ്ലസ് 0 ഇൻറ്റു 2 raised to 0. ഓക്കെ, ഇനി 1 ഇൻറ്റു 2 raised to 3 എന്താ? 1 ഇൻറ്റു എന്ത് ചെയ്താലും 1 തന്നെയാണ്, ആ നമ്പർ തന്നെ വരുമല്ലോ. 2 raised to 3 എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 2 ഇൻറ്റു 2, 2 2 4, 4 2 8, 8 വന്നു. 1 ഇൻറ്റു 2 raised to 2, 2 raised to 2 എന്നാൽ 4, 4 ഇൻറ്റു 1 4. 1 ഇൻറ്റു 2 raised to 1, 2 raised to 1 എന്ന് പറഞ്ഞാൽ 2 തന്നെ, 2 ഇൻറ്റു 1 2. ഇനി ഇവിടെ 2 raised to 0 എന്ന് പറഞ്ഞാൽ എന്താ? സാധാരണ
2⁻0 എന്ന് പറഞ്ഞാൽ ഏത് വാല്യൂവിൻ്റെ പവർ 0 വന്നോ അതിൻ്റെ ആൻസർ 1 ആയിരിക്കും. അത് ഓർമ്മയിൽ വെച്ചേക്കുക. ഇവിടെ 2⁻0 എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ 1 ആണ്. അപ്പോൾ 1 × 0 എന്തായി മാറും? 0 ആയി മാറും. ഇനി ഇതെല്ലാം കൂടെ കൂട്ടി 8, 4, 12, 2, 14, 14 നമുക്ക് കിട്ടുന്നത്. ഫൈനലി നമ്മൾ ഇങ്ങനെ എടുത്ത് എഴുതണം 1110 to the base 2 equal to കിട്ടിയ ആൻസർ 14 to the base 10 ഡെസിമൽ ആയിട്ട് കിട്ടി. ക്ലിയർ ആണല്ലോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ, എക്സാമ്പിൾ നമ്പർ 2. കൺവേർട്ട് 11.11 to the base 2 to ഡെസിമൽ. ഇനി ഒരു പോയിന്റ് വന്നാൽ എങ്ങനെ ചെയ്യുന്നതെന്ന് കൂടെ പറഞ്ഞു തരാം. അതായത് ആദ്യമേ നാട്ടിൽ ഞാൻ ഇങ്ങനെ ഇവിടെ എടുത്ത് എഴുതിയിട്ടുണ്ട് 11.11 ക്വസ്റ്റ്യൻ എടുത്ത് എഴുതിയിട്ട് ആദ്യമേ പോയിന്റിന് മുമ്പുള്ളതിനെ മാത്രമേ 2ന്റെ പവറായിട്ട് ഇങ്ങനെ 0, 1, 2 എന്ന് എഴുതാൻ പാടുള്ളൂ. 1ന്റെ മേളിൽ 2⁻0, അടുത്ത 1 2⁻1, ഇങ്ങോട്ടേക്ക്. പോയിന്റിന് ശേഷം അങ്ങോട്ടേക്ക് വരുന്നതൊക്കെ നെഗറ്റീവ്സ് ആയിട്ട് കൊടുക്കണം. 2⁻1, 2⁻2 അങ്ങനെ ആയിരിക്കണം അങ്ങോട്ടേക്കുള്ള വാല്യൂസ് കൊടുക്കേണ്ടത്. ഇനി അതെടുത്ത് മേളിൽ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഓരോന്നിൻ്റെയും പവർ ഇതാണ്. ഇപ്പം 1 × 2⁻1 പ്ലസ് 1 × 2⁻0 പ്ലസ് പോയിന്റിന് പകരം ഇവിടെ പ്ലസ് കൊടുത്താൽ അവിടെ ആഡ് ചെയ്യാണല്ലോ. 1 × 2⁻1 പ്ലസ് 1 × 2⁻2. ക്ലിയർ ആണല്ലോ? ഇനി 1 × 2⁻1 2 ആണ്, 2 × 1 2 തന്നെ, പ്ലസ് 2ന്റെ പവർ 0 വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും? 2⁻0 എന്ന് പറഞ്ഞാൽ ഏതൊരു വാല്യൂവിൻ്റെ പവർ 0 വന്നാൽ ആൻസർ 1 ആയിരിക്കും. അപ്പോൾ എന്താണ് 1 × 2⁻0 എന്ന് പറഞ്ഞാൽ 1 × 1 എന്താണ്? 1 തന്നെ. ഇനി 1 × 2⁻1 ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 2⁻1നെ നമുക്ക് ഒരു ഡിവിഷൻ ഫോർമാറ്റിൽ എഴുതാം. 2⁻1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പിന്നെ 1/2⁻1 എന്നാണ് അർത്ഥം. 2⁻1 എന്ന് പറഞ്ഞാൽ 1/2⁻1. 2⁻2 എന്ന് പറഞ്ഞാൽ 1/2⁻2. അപ്പോൾ ആ നെഗറ്റീവ് അങ്ങ് പോയി കിട്ടും. ഓക്കെ, 2⁻1 എന്ന് പറഞ്ഞാൽ 1/2⁻1. അപ്പോൾ നെഗറ്റീവ് അങ്ങ് മാറിയിട്ട് എഴുതിയാൽ മതി. 2⁻2 എന്ന് പറഞ്ഞാൽ 1 കൊടുത്തിട്ട് 2 ഈ മൈനസ് അങ്ങ് മാറ്റിയിട്ട് എഴുതിയാൽ മതി 2⁻2. അപ്പോൾ 2⁻1 എന്ന് പറഞ്ഞാൽ 1/2⁻1. 1/2⁻1 എന്ന് പറഞ്ഞാൽ 1/2⁻1 എന്ന് പറഞ്ഞാൽ 2 തന്നെ. 1/2 എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ 0.5 ആണ്. അത് കിട്ടിയോ? അതാണ് 0.5 ആയിട്ട് ഇവിടെ കിട്ടിയത്. ഇനി എന്താണ്? 2⁻2 ആണ്. 2⁻2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/2⁻2. 1/2⁻2 എന്ന് പറഞ്ഞാൽ എന്താണ്? 1/2⁻2 2 × 2 2 × 4. 1/4 എന്ന് പറഞ്ഞാൽ കാൽഭാഗം എന്ന് പറഞ്ഞാൽ 0.25 അറിയാമല്ലോ. കാൽഭാഗം എന്ന് പറഞ്ഞാൽ 0.25, ഹാഫ് ഭാഗം എന്ന് പറഞ്ഞാൽ 0.5, മുക്കാൽ ഭാഗം എന്ന് പറഞ്ഞാൽ 3/4 ഒക്കെ അറിയാമല്ലോ. ഓക്കെ, അപ്പം അങ്ങനെ നമ്മൾ എഴുതുക. അപ്പോൾ നമ്മുടെ 0.25 അതും കിട്ടി. ഇത്രയും കിട്ടിയത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. ഇനി എന്ത് ചെയ്യും? 2ഉം 1ഉം കൂടെ കൂട്ടിയാൽ 3 വരും. പിന്നെ അതിനുശേഷം ഒരു പോയിന്റ് അല്ലേ ഉള്ളത്? പോയിന്റ്. ഇപ്പോൾ ഇവിടെ പോയിന്റ് ഇട്ടാണ് എഴുതേണ്ടത്. ഇപ്പോൾ ഇവിടെ പ്ലസ് ഇടുകയോ അല്ലെങ്കിൽ പോയിന്റ് ഇടുകയോ എങ്ങനെ വേണമെങ്കിലും എഴുതാം. അപ്പോൾ ഇവിടെ പോയിന്റിന് ശേഷം ഇവിടെ എന്താ വരുന്നത്? 0.5ഉം 0.25 കൂടെ എന്ത് വരും? 0.5ഉം 0.25 കൂടെ ചേർത്താൽ എത്ര വരും? പ്ലസ് ചെയ്യുമ്പോൾ ഇവിടെ 5 + 2 7 0.75 എന്ന് വരും. അപ്പം 2 + 1 3 വന്നു. പോയിന്റിന് ശേഷം 0.5ഉം 0.25 കൂടെ ചേർത്ത് 0.75 എന്ന് വന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ പോയിന്റിന് ശേഷമുള്ളത്, പോയിന്റിന് മുമ്പുള്ളതിനെ 3 എന്ന് പറഞ്ഞ് നമുക്ക് ഇവിടെ കിട്ടി. പോയിന്റ് അവിടെ ഇട്ടു. 0.11 എന്നുള്ളതിന് നമ്മൾ ഇത് രണ്ടും കൂടെ കൂട്ടിയപ്പോൾ 0.75 എന്ന് കിട്ടി. അങ്ങനെ 3.75 എന്ന് നമുക്ക് ആൻസർ കിട്ടി. ഇനി 11.11 to the base 2 എന്നുള്ളതിനെ 3.75 to the base 10 എന്ന് ആൻസർ കിട്ടി. സോ ഇതാണ് ബൈനറിയിൽ നിന്നും ഡെസിമലിലേക്കുള്ള കൺവേർഷൻ. ഓക്കെ, നെക്സ്റ്റ് ഡെസിമൽ ടു ബൈനറി കൺവേർഷൻ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞത് എന്തായിരുന്നു? ഡെസിമൽ ടു ബൈനറി കൺവേർഷൻ എന്ന് പറഞ്ഞാൽ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. ഡെസിമൽ ടു ബൈനറി കൺവേർഷൻ വരുമ്പോൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം എന്നായിരുന്നു പറഞ്ഞിരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ? ഈ കിട്ടിയ 75 എന്ന് പറയുന്ന ക്വസ്റ്റ്യനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അറിയാമല്ലോ, LCM കാണുന്ന പോലെ ഡിവൈഡ് ചെയ്യുക. 75നെ 2 കൊണ്ട് ആദ്യം ഡിവൈഡ് ചെയ്യുമ്പോൾ 37 × 2 എത്ര കിട്ടും? 37 × 2 എന്ന് പറയുന്നത് 74 ആണ് അല്ലേ? 75 നമുക്ക് എക്സാക്റ്റ് കിട്ടത്തില്ല. അപ്പോൾ ബാലൻസ് എത്ര? 1 ആണ്. അപ്പോൾ 74 കിട്ടും. 37നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ. അപ്പോൾ 2ന്റെ താഴെ ഇവിടെ 37 എഴുതണം. 37 × 2 74. ബാലൻസ് എത്ര? 1. ഇതിന്റെ നേർക്ക് തന്നെ എഴുതാം. ചിലർ ഇവിടെ എഴുതാറുണ്ട്, എങ്ങനെ വേണമെങ്കിലും എഴുതാം. ഇതിന്റെ നേർക്കാണ് ഞാൻ എഴുതുന്നത്. എനിക്കല്ലേ കൺഫ്യൂഷൻ ആവുന്നത് കൊണ്ടാണ് അങ്ങനെ എഴുതുന്നത്. അപ്പോൾ ഇവിടെ എഴുതി. ഇനി 37നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യേ. അപ്പോൾ എത്ര കിട്ടും? 18 × 2 ആണല്ലോ 36. 36ന് ബാലൻസ് 1 ഉണ്ടല്ലോ. അപ്പോൾ 1 ഇവിടെ എഴുതും. അപ്പോൾ 18 × 2 36 ആണ്. അതിൻ്റെ ബാലൻസ് ഇവിടെ 1 ആണ്. ഞാനിപ്പോൾ എഴുതിയിട്ടുണ്ട്. ഇനി എന്താണ്? 9 × 2 ആണ് 18. ബാലൻസ് ഒന്നുമില്ലല്ലോ, 0. 4 × 2 8 ആണ്. പകരം ഇവിടെ 9 ആണ്. ബാലൻസ് അതുകൊണ്ട് 1 ആണ്. ഇനി 2 × 2 ആണല്ലോ 4 വന്നു. ബാലൻസ് ഒന്നുമില്ല, 0 ആണ്. 1 × 2 എക്സാക്ട്ലി 2 തന്നെയാണ്. അതുകൊണ്ട് റിമൈൻഡർ 0 ആണ്. ബാലൻസ് 0 ആണ്. അതെ, റിമൈൻഡർ 0 ആണ്. മനസ്സിലായാലും ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന്? ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു തരാം. 75നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2 × എത്രയാണ് 75? 37 ×
2 ആണ് 74. അപ്പോൾ ബാലൻസ് എത്ര വരും? 1 വരും. ഇനി എന്ത് ചെയ്യുക? വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എത്ര കിട്ടും? ഇവിടെ 18 × 2 ആണ് 36. 36ന്റെ ബാലൻസ് 1 ആണ്, അതിനെ നേരെ എഴുതി. ഇനി എന്താണ് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക? അപ്പോൾ 9 2s are 18, എക്സാക്ട്ലി 18 ആണ്, റിമൈൻഡർ 0 ആണ്. വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 4 2s are 8 ആണ്, ബാലൻസ് 1 ആണ്, 9 അല്ലല്ലോ, അപ്പോൾ ബാലൻസ് 1 ആണ്. വീണ്ടും എന്ത് ചെയ്യുക? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 2 × 2 എക്സാക്ട്ലി 4 ആണ്, സോ 0 ആണ് റിമൈൻഡർ. വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 1 ആണ്. 1 × 2 2 ആണ്, എക്സാക്ട്ലി 2 ആണ്, സോ 0 is the റിമൈൻഡർ. ഇനി എങ്ങനെയാണ് ഇതിൻ്റെ ആൻസർ എഴുതുന്നതെന്ന് ചോദിച്ചാൽ താഴേന്ന് മുകളിലേക്കായിരിക്കും നമ്മൾ ഈ റിമൈൻഡറുകളെല്ലാം കൂടെ എടുത്തങ്ങ് എഴുതിയാൽ മതി. 1 0 0 1 0 0 1 0 1 1 1 0 1 1. അപ്പോൾ 75 to the base 10 എന്ന് പറയുന്നത് ബൈനറി കൺവേർഷൻ വരുമ്പോൾ എന്ത് ചെയ്യും? 1 0 0 1 0 1 1 to the base 2 എന്ന രീതിയിൽ കൺവേർട്ട് ചെയ്ത് കിട്ടും. ക്ലിയർ ആണല്ലോ? ഇതുപോലെ മറ്റൊരു ക്വസ്റ്റ്യൻ, ഇതൊരു പോയിന്റ് വാല്യൂ വരുമ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കൂടെ നോക്കണം കേട്ടോ. രണ്ടും അറിഞ്ഞിരിക്കണം, ഇത് മാത്രം പഠിച്ചുകൊണ്ട് പോകരുത്, ഒരു പോയിന്റ് വരുന്നത് കൂടെ പഠിക്കണം. പോയിന്റ് വരുന്നത് എങ്ങനെയാണ് ചെയ്യുന്നത് വെച്ചാൽ 0.625 to the base 10 എന്ന് വന്നാൽ എങ്ങനെയാണ് ഇത് ചെയ്യുക? അതിനെ ഈ ഡിവിഷന് പകരം എന്ത് ചെയ്യുക? മൾട്ടിപ്ലിക്കേഷൻ ചെയ്താണ് എഴുതേണ്ടത്. പോയിന്റ് വന്നാൽ കേട്ടോ, അത് ശ്രദ്ധിക്കണം. 0.625 × 2 എന്ന് പറഞ്ഞ് ചെയ്യുകയാണ്, അതായത് ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടതാണ്, അതുകൊണ്ട് × 2 കൊണ്ടാണ് ഇവിടെ ചെയ്യേണ്ടത്. 0.625 എന്ന് പറഞ്ഞ ക്വസ്റ്റിനെ × 2 ചെയ്യുക. × 2 ചെയ്യുമ്പോഴത്തേക്ക് 1.25 എന്ന് കിട്ടും. 1.25 കിട്ടിയാൽ ഇവിടെ ഈ പറയുന്ന സ്ഥലത്ത് മൊത്തം 0 ആവുന്നത് വരെ ഈ മൾട്ടിപ്ലിക്കേഷൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം. ഫോർ എക്സാമ്പിൾ 0.625 × 2 ചെയ്തപ്പോൾ 1.25 കിട്ടിയല്ലോ. ഇവിടെ 1.00 കിട്ടിയിരുന്നെങ്കിൽ അവിടെ വെച്ച് അവസാനിപ്പിക്കാമായിരുന്നു. പക്ഷേ പോയിന്റിന് ശേഷം 00 വന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഈ 1 അങ്ങ് ഒഴിവാക്കിയിട്ട് 0.25 വീണ്ടും എടുത്തിട്ട് ചെയ്യണം. അപ്പോൾ 0.25 വീണ്ടും 2, അപ്പോൾ എത്ര കിട്ടും? 0.50 എന്ന് കിട്ടും. അപ്പോഴിവിടെ 00 വന്നില്ല. അതുകൊണ്ട് ഈ 0 ഒഴിവാക്കിയിട്ട് ഈ 50 മാത്രം 0.50 മാത്രം എടുത്ത് വീണ്ടും ചെയ്യും. അങ്ങനെ ചെയ്ത് ഫൈനലി ഇതാ 0.50 × 2 ചെയ്തപ്പോൾ 1.00 എന്ന് കിട്ടും. 50 × 2 100 ആണ്. അപ്പോൾ 0.50 × 2 എന്ന് പറഞ്ഞാൽ 1.00 ആണ്. അപ്പോൾ പോയിന്റിന് ശേഷം 00 വന്നു. സോ ഇവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യുക. എന്നിട്ട് ആൻസർ എഴുതുമ്പോൾ ഇവിടുന്ന് മുകളിലേക്കുള്ള റിമൈൻഡർ ആണ് എടുക്കേണ്ടത്. 1 0 1, അതായത് 0.625 to the base 10 എന്ന് പറഞ്ഞാൽ 101 to the base 2 എന്ന് ആൻസർ കിട്ടും. ക്ലിയർ ആണല്ലോ? ഓക്കെ, അടുത്ത കൺവേർഷൻ മെത്തേഡിലേക്ക് പോവാണ്. ബൈനറി ടു ഒക്ടൽ, അതുപോലെ തന്നെ എന്താണ് ഒക്ടൽ ടു ബൈനറി. ഓക്കെ, അത് രണ്ടും നമുക്ക് പറയാം. ബൈനറിയിൽ നിന്ന് ഒക്ടലിലേക്കും ഒക്ടലിൽ നിന്ന് ബൈനറിയിലേക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ എന്തായിരുന്നു? 3 ബിറ്റിൻ്റെ സ്പ്ലിറ്റ് ചെയ്താണ് എഴുതേണ്ടതെന്ന് പറഞ്ഞു. സപ്പോസ് ഇപ്പോൾ ഇവിടെ 3 ബിറ്റ് തന്നെ വന്നേക്കുന്നു. ഓക്കെ, 1 2 3 വലതുനിന്ന് ഇടത്തേക്ക് എണ്ണി നോക്കണേ. 1 2 3, ഇപ്പോൾ 3 സ്പ്ലിറ്റ്. 1 2 3 3ൻ്റെ ഒരു സ്പ്ലിറ്റ്. 1 2 3 3ൻ്റെ ഒരു സ്പ്ലിറ്റ്. ഇനി ഇവിടെ 3 വന്നില്ല. ഇവിടെ 2 ഉള്ളായിരുന്നു അവശേഷിച്ചിരുന്നതെങ്കിൽ അവസാനം ഒരു 3 ബിറ്റിനെ ഒന്ന് കറക്റ്റ് ആക്കാൻ വേണ്ടി അവസാനം ഒരു 0 അങ്ങോട്ട് കൊടുത്താൽ മതി. ഇനി 2 എണ്ണത്തിൻ്റെ കുറവ് വന്നാലോ 2 0 ഇട്ട് കൊടുത്താൽ മതി. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു 3 കറക്റ്റ് നമ്പർ വന്നില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ 3 നമ്പറിൻ്റെ ഒരു സ്പ്ലിറ്റ് തന്നെ വന്നിട്ടുണ്ട്. 9 നമ്പേഴ്സാണ് വന്നേക്കുന്നത്. 1 2 3 6 9 എണ്ണം വന്നിട്ടുണ്ട്. അതുകൊണ്ട് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 1 1 1 എന്ന് പറയുന്ന 7 എങ്ങനെ കിട്ടി? 0 1 0 എന്ന് പറയുന്നതിൻ്റെ ഒരു സ്പ്ലിറ്റ്, 0 0 1ൻ്റെ ഒരു സ്പ്ലിറ്റ്. ഇതിനൊക്കെ ഈ നമ്പർ എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചാൽ നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ നമ്പറുകൾ തമ്മിൽ കൂട്ടുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, 0യുടെ കൂടെ 1 കൂട്ടിയാൽ എത്ര കിട്ടും? 1 കിട്ടും. എന്നാൽ 1ൻ്റെ കൂടെ 1 കൂട്ടിയാലോ സാധാരണ ചെയ്യുന്ന പോലെയല്ല, 10 കിട്ടുന്നത്. 10ൻ്റെ കൂടെ 1 കൂട്ടിയാൽ 11, 11ൻ്റെ കൂടെ 1 കൂട്ടിയാൽ 12 അല്ല 100 കിട്ടുന്നത്. 100ൻ്റെ കൂടെ 1 കൂട്ടിയാൽ 101, 101ൻ്റെ കൂടെ 1 കൂട്ടിയാൽ 110, 110ൻ്റെ കൂടെ 1 കൂട്ടിയാൽ 111, 111ൻ്റെ കൂടെ 1 കൂട്ടിയാൽ 1000. എങ്ങനെയാണ് ഇത് കിട്ടുന്നത്? എല്ലാം 0സും 1സിൻ്റെയും കോമ്പിനേഷൻ മാത്രമായിരിക്കും. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, ഇനി ഒന്ന് പറഞ്ഞു നോക്കിയാൽ 0യും 1 കൂട്ടിയാൽ 1, 1ഉം 1 കൂട്ടിയാൽ പിന്നെ 2 വരത്തില്ല. പിന്നെ അടുത്ത 1ഉം 0യും വരുന്ന നമ്പർ ഏതാ? 10 ആണ്. 10ൻ്റെ കൂടെ 1 കൂട്ടിയാൽ 11 ആണ്. 1 1 അല്ലേ? 0യും 1ഉം ഒക്കെ വന്നിരിക്കണം. ഏതെങ്കിലും 0യോ 1ഓ വന്നിരിക്കണം. ഇനി 11ൻ്റെ കൂടെ 1 കൂട്ടിയാൽ 12 വരത്തില്ല. പിന്നെ ഉള്ളത് എന്താണ്? 100 ഉള്ളൂ. അപ്പോൾ 100ൻ്റെ കൂടെ 1 കൂട്ടിയാൽ 101. പക്ഷേ ഇത് എഴുതുന്നതിന് ഒരു രീതിയുണ്ട്. അതിവിടെ നോക്കിക്കേ, ഞാൻ പറഞ്ഞു തരാം. 0 ആണെങ്കിൽ ഇപ്പം 3 ബിറ്റിൻ്റെ ആണല്ലോ നമ്മൾ എഴുതുന്നത്. അപ്പോൾ 0 0 0 ആണ് 0യ്ക്കുള്ളത് അല്ലേ? പിന്നെ 1നുള്ളതോ? 1 എന്നുള്ളത് ഇപ്പോൾ നമ്മളിവിടെ എഴുതുക. ഓക്കെ, 1 എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്? 0 0 1. ഇനി എന്താ ഉള്ളത്? പിന്നെ അത് കഴിഞ്ഞാൽ 10 ആണ് അല്ലേ? 0 കഴിഞ്ഞാൽ 1, 1 കഴിഞ്ഞാൽ 10, 10 കഴിഞ്ഞാൽ 11, 11 കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെയൊക്കെ 0 ഇട്ട് കൊടുത്തേക്കണേ. 11 കഴിഞ്ഞാൽ പിന്നെ എന്താ ഉള്ളത്? അടുത്തത് 100 ആണ് അല്ലേ? 100. അതിന് മുമ്പ് വേറെ നമ്പറൊന്നും ഇല്ലല്ലോ. 100 കഴിഞ്ഞാൽ 101, 101 കഴിഞ്ഞാൽ 110 ആണ്. 110 കഴിഞ്ഞാൽ 111 അല്ലേ? അപ്പോൾ 0 1 2 3 4 5 6 7 എന്നിങ്ങനെ പോവും. ശരിയല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ 1 1 1 അതാ നോക്കിക്കേ, 1 1 1ന് നേരെ ഈക്വലൻ്റ് ആയിട്ട് 7 അല്ലേ വന്നേ? അപ്പോൾ ഇവിടെ 1 1 1 എന്നുള്ളതിൻ്റെ ആദ്യത്തെ 3 നമ്പറിനെ 7 എന്നെടുത്തു. ഇനി അടുത്ത എന്താണ്? 0 1 0. 0 1 0 നമ്മളിവിടെ നോക്ക്,
2 ആണ്. ഇതൊക്കെ ഒന്ന് എഴുതി പഠിച്ചാൽ മതി, എളുപ്പമാണ്. 0 1 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? ഇവിടെ 2 ആണ്. 0 0 1 എത്രയാണ്? 0 0 1 1 ആണ്. അപ്പോൾ ഇവിടെ 1 എഴുതി. അപ്പോൾ 721 എന്നാണ് ഇതിൻ്റെ ആൻസർ കിട്ടുന്നത്. അപ്പോൾ ഈ നമ്പർ ടു ദ ബേസ് 2 എന്ന് പറഞ്ഞാൽ 721 ടു ദ ബേസ് 8 എന്ന് പറഞ്ഞ് നമുക്ക് ആൻസർ കിട്ടും. ഇതാണ് ഇതിൻ്റെ ആൻസർ. ക്ലിയർ ആണല്ലോ? ശരി, ഇനി അടുത്തത് ബൈനറി ടു ഒക്ടൽ കഴിഞ്ഞു. ഇനി ഒക്ടലിൽ നിന്ന് ബൈനറിയിലേക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യുന്നത്? അത് കൺവേർട്ട് ചെയ്യുന്നതിന് ഈ പറഞ്ഞ പോലെ തന്നെ 3 ബിറ്റിൻ്റെ ഇൻഡിവിജ്വൽ കോമ്പിനേഷൻ നമ്മൾ നടത്തണം. ഇപ്പോൾ കൺവേർട്ട് 526 ടു ദ ബേസ് 8 എന്ന് പറയുന്നത് എത്ര ടു ദ ബേസ് 2 ആണെന്ന് നമുക്കറിയണം. അതിന് വേണ്ടിയിട്ട് എന്താണ് ഒക്ടലിൽ നിന്നും ബൈനറിയിലേക്കുള്ള കൺവേർഷനാണ്, തലതിരിച്ച്. അപ്പോൾ എന്ത് ചെയ്യണം? ആദ്യമേ ഇവിടെ 526 നമുക്കിപ്പോൾ ഇവിടെ കിട്ടിയ ആൻസർ പോലെ ഇവിടെ കിട്ടും. എന്നിട്ട് എന്ത് ചെയ്യണം? ഈ കിട്ടിയ ക്വസ്റ്റ്യൻ പോലെ ഇതിനെ ആക്കണം, തലതിരിച്ച്. അപ്പോൾ എന്താണ്? 5 എന്ന് പറയുന്ന നമ്പറിന് ഇക്വലൻ്റ് ആയിട്ട് ഏതാ വരുന്നത്? നോക്ക്, 5 എന്ന് പറയുന്ന നമ്പറിന് ഇക്വലൻ്റ് ആയിട്ട് 101. അപ്പോൾ എന്താണ് 101? 2നും 6നും ഇക്വലൻ്റ് എന്താ? 2ന് ഇക്വലൻ്റ് 010. അതുപോലെ തന്നെ 6ന് ഇക്വലൻ്റ് എന്താണ്? 110. ക്ലിയർ ആണല്ലോ? അപ്പോൾ 526 എന്നുള്ള രീതിയിൽ ടു ദ ബേസ് 8 എന്ന് പറഞ്ഞ് തന്നാൽ നമുക്ക് എന്ത് കിട്ടും? 101. അടുത്ത 2 into 010, 6 into 110. അത് ഡയറക്റ്റ് അങ്ങ് എഴുതിയാൽ മതി. ടു ദ ബേസ് 2 എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ എഴുതണം. ഇങ്ങനെ എഴുതണം പ്രത്യേകം കേട്ടോ, എഴുതാതിരിക്കരുത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താണ്? ബൈനറി ടു ഒക്ടലിന് പകരം ഒക്ടൽ ടു ബൈനറി, ഒക്ടൽ ടു ബൈനറി, 8ൽ നിന്നും 2ലേക്കുള്ള കൺവേർഷൻ. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് ബൈനറി ടു ഹെക്സാഡെസിമൽ ആണ്. ബൈനറി ടു ഹെക്സാഡെസിമൽ എങ്ങനെയാണ് ചെയ്യുന്നത്? ആദ്യം കൺവേർട്ട്, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നു, ബൈനറി നമ്പർ ടു ഹെക്സാഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യാൻ. അപ്പോൾ ഇതെന്താണ്? ഹെക്സാഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ 4 ബിറ്റിൻ്റെ കോമ്പിനേഷനാണ്. 4 ബിറ്റിൻ്റെ കോമ്പിനേഷൻ. ഇവിടെ നോക്കുക, ഇവിടെ നിന്ന് എണ്ണ തുടങ്ങണം. 1 2 3 4. അപ്പോൾ ഇതൊരു 4. റൈറ്റ് ആൻഡ് ലെഫ്റ്റിലേക്ക് എണ്ണണേ. ഇത് 4, ഇത് 4. ഇനി 4 ഇല്ലായിരുന്നു, ഇവിടെ ഈ 2 ഉള്ളായിരുന്നെങ്കിലോ 2 0 കൂടെ ചേർത്ത് അതിനെ അങ്ങ് കറക്റ്റ് ഓർഡറാക്കി അല്ലെങ്കിൽ 4 ബിറ്റിൻ്റെ ലെവലാക്കി മാറ്റിയാണ്. പക്ഷേ ഇവിടെ എല്ലാം ഈക്വൽ ആയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ കറക്റ്റ് ഓരോന്നിനും എടുത്ത് എഴുതുക. 1011, 10011, പിന്നെ 0100. അപ്പോൾ ഇവിടെ ഒരു ബി കിട്ടി. അതെങ്ങനെ കിട്ടിയത്? അതായത് 0 മുതൽ ഇതേ കണക്ക് 0 മുതൽ 9 വരെയുള്ള നമ്പറുകൾക്ക് നമ്മൾ കൃത്യമായിട്ട് 0 to 9 എന്ന് തന്നെ കൊടുക്കും. എന്നാൽ 10 വന്നാലോ ആ 10ന് പകരം എ എന്നായിരിക്കും കൊടുക്കുക. 11 വന്നാൽ ബി, 12 വന്നാൽ സി, 13 വന്നാൽ ഡി, 14 വന്നാൽ ഇ, അതുപോലെ 15 വന്നാൽ എഫ്. ഇങ്ങനെ ആയിരിക്കും ഓർഡർ. അപ്പോൾ ഇവിടെ എന്താ വന്നേക്കുന്നത്? ഇവിടെ 1011 എന്നാണ്. അപ്പം നമുക്ക് 4 ബിറ്റിൻ്റെ കോമ്പിനേഷൻ ഞാൻ നോക്കിയില്ല, നമുക്ക് അങ്ങനെ നോക്കാം. 4 ബിറ്റ് വരുമ്പം 0000, 0001, 0010, 0011, പിന്നെ 100, 101, 110, 111. 111 കഴിഞ്ഞാൽ പിന്നെ അടുത്ത് എന്തുവാ? 1000 അല്ലേ? 101 കഴിഞ്ഞാൽ പിന്നെ 101ൻ്റെ കൂടെ ഒന്ന് കൂട്ടിയാൽ 1000ൽ വരുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ കൂട്ടി നോക്കാം, അറിയത്തില്ലെങ്കിൽ ഇതാ 111ൻ്റെ കൂടെ ഒരു 1 കൂടെ കൂട്ടി നോക്കിയാൽ 1 + 1 10 ആണ് അല്ലേ? പ്ലസ് ബാലൻസ് 1 + 1 10, ബാലൻസ് 1 + 1 10. 1000 കിട്ടിയാണ്ടോ? അങ്ങനെയൊക്കെ ചെയ്യാം. പക്ഷേ അതൊന്നും ഞാൻ ഇപ്പോൾ പറയുന്നില്ല, തൽക്കാലം ഒന്ന് ഓർമ്മയിൽ ഇരിക്കാൻ വേണ്ടി പറയുന്നുള്ളൂ. ബൈനറി അഡീഷൻ ഒക്കെ പഠിക്കുമ്പോൾ നിങ്ങൾ പഠിക്കേണ്ടതാണ്. അപ്പോൾ 111 കഴിഞ്ഞാൽ അടുത്ത 1000 കഴിഞ്ഞാൽ അടുത്ത 1001, അത് കഴിഞ്ഞാൽ 1010, പിന്നെന്താണ് 1011, പിന്നെന്താണ് 1011 കഴിഞ്ഞാൽ പിന്നെ എന്താണ് 1011 കഴിഞ്ഞാൽ 1100 അല്ലേ? 1100, പിന്നെ 1101, പിന്നെ 110, പിന്നെ 1111 അല്ലേ? ഇങ്ങനെയല്ലേ വരുന്നത്? അപ്പോൾ അങ്ങനെയാണെങ്കിൽ 1 2 3 4 5 6 7 8 9 10 11 12 13 14 15. പക്ഷേ ഇവിടെ നമ്മൾ 9 വരെ കറക്റ്റ് 0 to 9 വരെ എന്ത് ചെയ്യത്തുള്ളൂ? എക്സാക്റ്റ് ആയിട്ടുള്ള നമ്പറായിട്ട് എടുക്കത്തുള്ളൂ. 10 മുതൽ എന്താണ്? എ എന്ന് എടുക്കുന്നത്, ഇത് ബി എന്ന് എടുക്കും. ഇതിന് പകരം 12 പകരം സി, 13 പകരം ഡി, 14 15 പകരം ഇ എന്നും എഫ് എന്നും പറഞ്ഞെടുക്കും. ക്ലിയർ ആണല്ലോ പറഞ്ഞേ? അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ നോക്കാം. ഇവിടെ എന്താണ് വന്നേക്കുന്നത്? ഇതിലെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതെന്ന് പറയുന്ന ഈ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ നമ്മൾ 4 ബിറ്റ് കോമ്പിനേഷൻ എടുത്തു. 0 1 0. ഇവിടെ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് തന്നെ ഡയറക്റ്റ് അങ്ങ് ഇതാക്കി പോകാം കേട്ടോ. 1011 1011 എന്ന് പറയുന്നത് എന്താണ്? 9 ആണ് കേട്ടോ, 9 ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ 9 എന്ന് കൊടുത്തു. 0011 0011 3 എന്ന് പറഞ്ഞു കൊടുത്തു. 93, പിന്നെ ഓക്കെ 9 അല്ലല്ലോ, 1011 ഓക്കെ. പിന്നെ 0100 എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ ഇവിടെ 9 അല്ല വരുന്നത്. 1011 എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ ബി ആണ് കേട്ടോ, സോറി, ബി ആയിരുന്നേ. അപ്പോൾ ഇവിടെ 9 അല്ല, ഇവിടെ ബി ആണ്. അപ്പോൾ ബി ആണ് വരുന്നത്, അതായത് 11 വരുന്നത് 1011. അപ്പോൾ 1011 11 പകരം എന്താണ്? ബി ആ കൊടുക്കുന്നത്. അപ്പോൾ B34 ടു ദ ബേസ് 16 എന്നായിരിക്കും ഇതിൻ്റെ ആൻസർ കിട്ടുന്നത്. ക്ലിയർ ആണല്ലോ? ശരി, നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഹെക്സാഡെസിമലിൽ നിന്ന് ബൈനറിയിലേക്കുള്ള കൺവേർഷനും
കൂടെ പഠിച്ചു കഴിഞ്ഞാൽ ബൈനറിയുടെ മൊത്തത്തിലുള്ള കാര്യങ്ങൾ കഴിയും. ഹെക്സാഡെസിമൽ ടു ബൈനറി എന്ന് പറഞ്ഞാൽ കൺവേർട്ട് 4B8 to the base 16 to ബൈനറി എന്ന് തന്നാൽ ഇത് നേരത്തെ ചെയ്തതുപോലെ തന്നെ 4 ബിറ്റിന്റെ കോമ്പിനേഷൻ 4 എന്ന് പറഞ്ഞെടുത്തിട്ട് 4നെ എങ്ങനെ എഴുതുന്നത്? 4 എന്ന് പറയുന്നത് 0100 കണ്ടോ. അതുപോലെ ബി എങ്ങനെ എടുക്കും? നമ്മൾ ഇപ്പോൾ ചെയ്തോളൂ 1011. അതുപോലെ തന്നെ 8 എന്ന് പറഞ്ഞാൽ എന്താണ്? 8 എന്ന് പറയുന്നത് ഇവിടെ 8 1000. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്നിച്ചങ്ങ് എടുത്തിരിക്കാൻ മതി. 0100 1011 1000 to the base 2 എന്നായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒക്ടൽ ടു ഡെസിമൽ ആണ്. 2 കൺവേർഷൻ ഉണ്ട്, ഒക്ടൽ ടു ഡെസിമലും ഒക്ടൽ ടു ഹെക്സാഡെസിമലും. അതുപോലെ ഒക്ടൽ ടു ഡെസിമലും ഡെസിമൽ ടു ഒക്ടലും പിന്നെ ഒക്ടൽ ടു ഹെക്സാഡെസിമലും പറയാനുണ്ട്. ഓക്കെ, ഒന്നാമത് ഒക്ടൽ ടു ഡെസിമൽ എന്ന് പറയുമ്പോൾ കൺവേർട്ട് ക്വസ്റ്റ്യൻ ഇങ്ങനെ വരുന്നത്, കൺവേർട്ട് 159 to the base 8 to അതായത് ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യുക. അതായത് 8 എന്ന് പറഞ്ഞാൽ ഒക്ടലിൽ നിന്നും ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യുക. കൺവേർട്ട് ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ 159 എന്ന് പറയുമ്പോൾ ആദ്യമേ എന്താണ് 8ന്റെ നമ്പേഴ്സ് ആയിട്ട് 8ന്റെ മൾട്ടിപ്പിൾ ആയിട്ടാണ് എഴുതേണ്ടത്. അപ്പോൾ 8 എന്ന് പറയുമ്പോൾ 8ന്റെ മൾട്ടിപ്പിൾ ആദ്യമേ ലെഫ്റ്റ് സൈഡിൽ 8 പിന്നീട് 8 പിന്നെ 8 അപ്പോൾ എങ്ങനെ എഴുതുന്നത്? 1 into 8 പ്ലസ് 5 into 8 പ്ലസ് 9 into 8 എന്ന് പറഞ്ഞാൽ ഏത് വാല്യൂവിൻ്റെ പവർ 0 വന്നാലും ആൻസർ 1 ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് 1 into 8 എന്ന് പറയുമ്പോൾ 8 സ്ക്വയർ എന്ന് പറയുമ്പോൾ 64 into 1 64. 8 എന്ന് പറഞ്ഞാൽ 8 തന്നെയാണ്. 8 into 5 40 പ്ലസ് 9 into 8 എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പം 9 into 1 എന്ന് പറയുന്നത് 9. അപ്പോൾ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ 113 എന്ന് കിട്ടും. അപ്പോൾ 159 to the base 8 എന്ന് പറഞ്ഞാൽ എത്ര to the base 10 ആയിരിക്കും? 113 to the base 10 ആയിരിക്കും. ഇനി അടുത്തത് ഒക്ടൽ ടു ഡെസിമൽ കഴിഞ്ഞാൽ ഇനി ഡെസിമൽ ടു ഒക്ടൽ നേരെ തിരിച്ച് കൺവേർട്ട് 125 to the base 10 to octal. അതായത് ഡെസിമലിൽ നിന്നും ഒക്ടലിലേക്കുള്ള കൺവേർഷൻ. അതായത് ഡെസിമലിൽ നിന്നും ഒക്ടലിലേക്കുള്ള കൺവേർഷൻ എന്തായിരുന്നു? ഞാനൊരു ഐഡിയ നേരത്തെ പറഞ്ഞത് അത് ഡിവിഷൻ മെത്തേഡ് ആയിരിക്കും എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഡിവിഷൻ മെത്തേഡ് എങ്ങനെ ചെയ്യുന്നത്? 125 ഡിവൈഡഡ് ബൈ ഏതിലേക്കാണോ മാറ്റേണ്ടത് അതിൻ്റെ വാല്യൂ വെച്ച് വേണം ഡിവൈഡ് ചെയ്യാൻ. ഇവിടെ ഒക്ടലാണ്, ഒക്ടൽ 8 ആണ്, 8 കൊണ്ട് വേണം ഡിവൈഡ് ചെയ്യാൻ. അപ്പോൾ 125 ഡിവൈഡ് ബൈ 8. അപ്പം 8 എന്ന് പറയുമ്പോൾ എന്താണ്? 15 കിട്ടും അല്ലേ. 125നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 125നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 8 are 8, പിന്നെ ബാലൻസ് 4 വരും, 5 വരും. 5 8 are 40, ബാലൻസ് 5 വരും. അപ്പോൾ കിട്ടിയ കോഷ്യന്റിനെ എടുത്ത് ഇവിടെ എഴുതുക, ബാക്കിയുള്ള റിമൈൻഡർ ആയ 5നെ എടുത്തിട്ട് ഇതിന് നേരെ എഴുതുക. അപ്പോൾ 15 into 8 എന്ന് പറയുന്നത് പിന്നെ എന്താണ്? 120 കിട്ടും, ബാലൻസ് 5ഉം കിട്ടും. ഇനി അടുത്തത് പിന്നെ 8 കൊണ്ട് വീണ്ടും ഡിവൈഡ് ചെയ്യുക. 1 8 are 8, 2 8 are 16 വരും, അത് കൂടുതലായി പോകും. 1 8 are 8 ആണ്, ബാലൻസ് 7 വരും. ആ 7 ഇവിടെ എഴുതി. അപ്പോൾ ബാലൻസ് ഇവിടെ ഇനി ഒരു 1 ഉള്ളൂ. 1 എന്ന് പറയുന്നത് 8നേക്കാൾ ചെറുതായി ഇനി നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ കൊണ്ട് നിർത്തുക. എന്നിട്ട് താഴേന്ന് മുകളിലേക്ക് എന്ത് ചെയ്യുക? വാല്യൂ എടുക്കുക. 175, അതായത് 175 to the base 8 എന്ന് ആൻസർ കിട്ടും. അതായത് 125 to the base 10 എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആൻസർ 175 to the base 8 എന്നായിരിക്കും. അപ്പോൾ ഒക്ടൽ ടു ഡെസിമലും ഡെസിമൽ ടു ഒക്ടലും കഴിഞ്ഞു. ഇനി ഒക്ടൽ ടു ഹെക്സാ ഡെസിമൽ എന്ന് പറയുന്ന ഒരു കൺവേർഷൻ മെത്തേഡ് ഉണ്ട്. കൺവേർട്ട് 457 to the base 8 to ഹെക്സാ ഡെസിമൽ. അതായത് 457നെ ഒക്ടൽ എന്ന് പറയുന്ന നമ്പറാണിത്, 8 ആണ്. അതിനെ ഹെക്സാ ഡെസിമലായ അഥവാ 16 എന്ന് പറയുന്ന കൺവേർഷനിലേക്ക് അതിനെ മാറ്റണം. ആദ്യം എന്ത് ചെയ്യണം? ഇങ്ങനെ, അതായത് ഒക്ടലിനെ ഹെക്സാഡെസിമൽ കൺവേർഷൻ ആക്കാൻ ഞാനൊരു ക്ലൂ പറഞ്ഞിരുന്നു. എന്താണ്? ആദ്യമേ ഈ പറയുന്ന ഒക്ടലിന് പിന്നെ എന്താണ് ഈ പറയുന്ന 457 എന്ന് പറയുന്ന ഈ നമ്പറിനെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതായത് ഒക്ടലിനെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ആ ബൈനറിയിൽ നിന്ന് വേണം ഹെക്സാഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യാൻ. 2 കൺവേർഷൻ മെത്തേഡ് ഇവിടെ വരുന്നുണ്ട്. മറ്റതിൽ നിന്നുള്ള വ്യത്യാസം അതാണ്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? 457 അതിനെ ആദ്യമേ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതെങ്ങനെയാണ്? 4 എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു 100 ആണ് അല്ലേ. അതായത് 000 എന്ന് പറഞ്ഞാൽ 0 ആണ്, 001 എന്ന് പറഞ്ഞാൽ 1 ആണ്, 010 എന്ന് പറഞ്ഞാൽ 2 ആണ്, 011 എന്ന് പറഞ്ഞാൽ 3 ആണ്, 011 കഴിഞ്ഞാൽ പിന്നെ 100 ആണ്, 4 ആണ് അല്ലേ. ഓക്കെ, 0ൻ്റെ കൂടെ 1 കൂട്ടിയാൽ 1, 1ൻ്റെ കൂടെ 1 കൂട്ടിയാൽ 10, 10ൻ്റെ കൂടെ 1 കൂട്ടിയാൽ 11, 11ൻ്റെ കൂടെ 1 കൂടെ കൂട്ടിയാൽ 100 ആണ് ബൈനറി നമ്പർ സിസ്റ്റത്തിൽ. അപ്പോൾ ഇങ്ങനെ 4 വന്നു. അപ്പോൾ 4 ആണ് 100. ഓക്കെ, അപ്പോൾ 5 വരുമ്പോൾ എന്ത് വരും? 5 വരുമ്പോൾ 100ൻ്റെ കൂടെ അടുത്ത 1സും 0സും മാത്രം വരുന്ന നമ്പർ 101 ആണ്. ഓക്കെ, അപ്പോൾ 5 വന്നു, 101. ഇനി എന്താണ്? 6ഉം 7ഉം വന്നു കഴിഞ്ഞാൽ എന്ത് വരും? 101 എന്ന് പറയുന്നത് 110, 101 കഴിഞ്ഞാൽ 110 ആണ്. 110 കഴിഞ്ഞാൽ പിന്നെ 1ഉം 0ഉം വരുന്ന ഏതാണ്? 111 ആണ്. 111 7നും വന്നു. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ ഈ ഒരു നമ്പർ, അതായത് 457 എന്ന് പറയുന്ന ഒക്ടൽ നമ്പറിനെ ബൈനറിയിലേക്ക് ആദ്യം കൺവേർട്ട് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 100 100 101 101 111 111. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്നിച്ച് ചേർത്ത് എഴുതിയിട്ട് ബൈനറി കൺവേർഷനായി. അപ്പോൾ ഇത് ബൈനറി മാത്രമേ കൺവേർട്ട് ആയിട്ടുള്ളൂ. ഇനി ഇവിടെ നിന്ന് എന്ത് ചെയ്യണം? ബൈനറിയിൽ നിന്നും ഇനി നമ്മുടെ ഫൈനൽ ഹെക്സാ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഹെക്സാ ഡെസിമലിലേക്ക് കൺവേർഷൻ നേരത്തെ പറഞ്ഞിരുന്നു 4 നമ്പർ വെച്ചിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. 0000 വന്നാൽ 0. അപ്പോൾ ഇതിനകത്ത് തന്നെ നമുക്ക് എഴുതി നോക്കാം. ഇത് 4 0 വന്നാൽ 0, ഇവിടെ 0 ഇട്ട് കൊടുത്ത് പോവുക.
0 0 0 0 1 1 1. ഇനി അത് കഴിഞ്ഞാൽ ഇത് 7 വരെ വന്നു. നമുക്കിവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എഴുതി നോക്കാം. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണം? ഇനി ഈ നമ്പറിനെ ഇവിടെ നോക്ക്, ഈ കിട്ടിയ നമ്പർ ബൈനറി നമ്പറിനെ നമ്മൾ ഹെക്സാഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ആദ്യമേ റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് 4 നമ്പർ വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്യണം. 4 നമ്പർ, ഇവിടെ 4 നമ്പർ. പക്ഷേ ഇവിടെ ഒരൊറ്റ നമ്പരേ ഉള്ളൂ. ആ ഒരു നമ്പരേ ഉള്ളതുകൊണ്ട് ബാക്കി 4 നമ്പർ ആക്കാൻ വേണ്ടി ഒരു 3 സീറോയും കൂടി ഇട്ട് അതിൻ്റെ കൂട്ടത്തിൽ അങ്ങ് ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? ഇവിടെ ഈ 3 സീറോയും കൂടെ ആഡ് ചെയ്യുമ്പോൾ 0 0 0, പിന്നെ 1 0 0, 1 0 1, പിന്നെ 1 1 1. ഇത്രയും നമ്പറായി കിട്ടും. ഈ നമ്പറിനെ സ്പ്ലിറ്റ് ചെയ്യും. 0 0 0 1, 0 0 0 1, 0 0 1 0, 0 0 1 0, 1 1 1 1, 1 1 1 1. ഇപ്പോൾ 4 നമ്പറിൻ്റെ സ്പ്ലിറ്റ് ആയി ഹെക്സാഡെസിമൽ ആയപ്പോൾ ഇനി എന്ത് ചെയ്യണം? 0 0 0 1 എന്ന് പറഞ്ഞാൽ ഏത് നമ്പറാ? 1 ആണ്. കണ്ടില്ലേ? 1 എഴുതി. 0 0 1 0 എന്ന് പറഞ്ഞാലോ 0 0 1 0, 2 ആണ്. 2 എഴുതി. 1 1 1 1 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അതിനി എഴുതാനുണ്ട്. 111 കഴിഞ്ഞാൽ പിന്നെ 1സും 0സും വരുന്ന നമ്പർ ഏതാണ്? 111 കഴിഞ്ഞാൽ 1000 ആണ്. 1000 ആണ് 8, 1001 9, 1010 10. 10നെ ഒരിക്കലും 10 നിരത്തിൽ എ എന്ന് എഴുതത്തുള്ളൂ. 1011 ആകുമ്പോൾ ബി എന്ന് വരും. 1100 വരുമ്പം സി വരും. 1101 വന്നാൽ ഡി വരും. 1110 വന്നാൽ ഇ വരും. 1111 വന്നാൽ എഫ് വരും. അപ്പോൾ നോക്കിക്കേ, 1111 വന്നപ്പോൾ എഫ് വന്നു. ഓക്കെ, അപ്പോൾ 1 2 എഫ് എന്ന് പറഞ്ഞ് കിട്ടി. അപ്പോൾ 457 ടു ദ ബേസ് 8 എന്ന് പറഞ്ഞ, അതായത് 457 ടു ദ ബേസ് 8 എന്ന് പറഞ്ഞാൽ ഫൈനലി ഹെക്സാഡെസിമൽ നമ്പർ ഏത് കിട്ടി? 12 എഫ് എന്ന് പറഞ്ഞ് കിട്ടി. 1 2 എഫ് ടു ദ ബേസ് 16 എന്ന് കിട്ടി. ഓക്കെ, ഇതാണ് ഇതിൻ്റെ കൺവേർഷൻ. ഫൈനലി ഇവിടെ വേറൊന്നുണ്ട്, ഹെക്സാഡെസിമൽ ടു ഒക്ടൽ. ഹെക്സാഡെസിമലിൽ നിന്ന് ഒക്ടലിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിന് ഒരു നമ്പർ ഇവിടെ തന്നിട്ടുണ്ട്. A2D ടു ദ ബേസ് 16 ടു ഒക്ടൽ എന്ന് തന്നിട്ടുണ്ട്. ആദ്യമേ ഈ A2D, അതായത് നമ്മൾ പറഞ്ഞല്ലോ, പിന്നെ ഇവിടെ നിന്നും ഒക്ടലിൽ നിന്നും ഹെക്സാഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യാനും ഹെക്സാഡെസിമലിൽ നിന്നും ഒക്ടലിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിലും ആദ്യമേ ബൈനറിയിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം മാത്രമേ അതിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ ഒക്ടലിനെ ബൈനറി കൊണ്ടുവന്നു, ബൈനറിയിൽ നിന്ന് ഹെക്സാഡെസിമലിൽ കൊണ്ടുവന്നു. ഇവിടെ ആണെങ്കിലോ ഹെക്സാഡെസിമലിൽ നിന്നും ബൈനറിയിലേക്ക് കൊണ്ടുവന്നിട്ടേ ബൈനറിയിൽ നിന്നും ഒക്ടലിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഈ വ്യത്യാസം ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ കൺവേർട്ട് ഈ നമ്പർ ടു ഒക്ടൽ. ആദ്യം എന്ത് ചെയ്യണം? ഇതിനെ ബൈനറിയിലേക്ക് ആക്കണം. ബൈനറിയിലാക്കുന്ന നേരത്തെ ആ മെത്തേഡ് പറഞ്ഞു. എ എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ എ 1 0 1 0 1 0 1 0. 2 എന്ന് പറഞ്ഞാൽ എന്താ? 2 എന്ന് പറയുന്നത് 0 0 1 0. ഡി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡി 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 ഡി. ഇവിടെ 1 1 0 1 1 1 0 1. അപ്പോൾ ഇതെല്ലാം കൂടെ എടുത്ത് ഒന്നിച്ച് എഴുതാം. 1 0 1 0 0 0 1 0 1 1 0 1. ഇതെല്ലാം കൂടെ എടുത്ത് എഴുതിയിട്ട് ബൈനറി ആക്കി മാറ്റി. ഇനി ഈ ബൈനറി നമ്പർ സിസ്റ്റത്തിനകത്ത് 4 നമ്പറിൻ്റെ കോമ്പിനേഷൻ ഉണ്ടോ എന്ന് നോക്ക്. 4 4 4 എക്സാക്ട്ലി 4 നമ്പർ വീതമുണ്ട്. ഇല്ലെങ്കിൽ 0 ഇട്ട് അതിനെ കംപ്ലീറ്റ് ചെയ്യണം. പക്ഷെ ഇവിടെ എക്സാക്ട്ലി ആ 4 നമ്പറുണ്ട്. അപ്പോൾ ആ 4 നമ്പറിനെ ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇനി ഒക്ടലിലേക്ക് കൺവേർട്ട് ചെയ്താൽ മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? ഒക്ടലിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പം 3 നമ്പറിൻ്റെ സ്പ്ലിറ്റ് മെത്തേഡാണ്. 3 നമ്പറിൻ്റെ സ്പ്ലിറ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ 3 3 3 3. അപ്പോൾ എക്സാക്ട്ലി 3 നമ്പർ വീതം ഉണ്ട്. അപ്പം 3 നമ്പറിൻ്റെ സ്പ്ലിറ്റ് ആണ് ഒക്ടൽ. ഹെക്സാഡെസിമൽ 4 നമ്പറിൻ്റെ സ്പ്ലിറ്റ്. അപ്പോൾ ഈ 3 നമ്പറിൻ്റെ സ്പ്ലിറ്റ് വരുമ്പോൾ 101 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും കിട്ടുന്നത്? 101. നോക്കിക്കേ, 101 5 ആണ്. അപ്പോൾ 5 കിട്ടി. 0 0 0 എന്ന് പറഞ്ഞാൽ നമുക്ക് 0 തന്നെയാണെന്ന് അറിയാം. 101 എന്ന് പറഞ്ഞാൽ വീണ്ടും 5 തന്നെയാണ്. 101 എന്ന് പറഞ്ഞാൽ വീണ്ടും 5 ആണ്. അപ്പോൾ 101 5 0 0 0 എന്ന് പറഞ്ഞാൽ 0, 101 വീണ്ടും 5, 101 എന്ന് പറഞ്ഞാൽ വീണ്ടും 5. അങ്ങനെ 5 0 5 5 5 0 5 5 ടു ദ ബേസ് 8 എന്ന് പറഞ്ഞുകൊണ്ട് ഒക്ടലിൻ്റെ നമ്പർ കിട്ടും. അപ്പോൾ ഫൈനലി നമുക്ക് ഇങ്ങനെ എഴുതാം. A2D ടു ദ ബേസ് 16 എന്ന് പറഞ്ഞാൽ 5055 ടു ദ ബേസ് 8 എന്ന് കിട്ടും. ഓക്കെ, ഇനി അടുത്തത് ഡെസിമൽ ടു ഹെക്സാഡെസിമലും ഹെക്സാഡെസിമൽ ടു ഡെസിമൽ കൺവേർഷനും കൂടെ ഉണ്ട് ലാസ്റ്റായിട്ട് പറയാൻ. അപ്പോൾ ഡെസിമൽ ടു ഹെക്സാഡെസിമൽ എന്ന് പറയുന്നത് ഒരു കൺവേർഷൻ ഉണ്ട്. ഡെസിമലിനെ ഹെക്സാഡെസിമലായിട്ട് കൺവേർട്ട് ചെയ്യുക. ഫൈൻഡ് ഹെക്സാഡെസിമൽ. ഓക്കെ, എനിവേ 380 ടു ദ ബേസ് 10 ടു ബേസ് 16 എന്നാണ്. അതായത് ഡെസിമലിനെ ഹെക്സാഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യുക. ഡെസിമലിനെ ഹെക്സാഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന മെത്തേഡ് എന്താണെന്ന് ഞാൻ നേരത്തെ ഒരു ക്ലൂ പറഞ്ഞിരുന്നു. അത് ഡിവിഷൻ മെത്തേഡാണെന്ന് പറഞ്ഞിരുന്നു. എന്തുകൊണ്ട്? ഈ പറയുന്ന 16 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 380 എന്ന് പറയുന്ന നമ്പറിനെ കിട്ടാൻ പോകുന്ന 16 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇപ്പോൾ ഉദാഹരണത്തിന് 380 ഡിവൈഡ് ബൈ 16. അപ്പോൾ 16 കൊണ്ട് 23, അതായത് ഇത് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് 23 എന്ന് കിട്ടും. 23 കിട്ടിക്കഴിഞ്ഞാൽ ബാലൻസ്, അതായത് ഇപ്പോൾ നോക്കുക, 380 ഡിവൈഡ് ബൈ 16, 16 × 2 32 ആണ്. 60, 16 32 64. അപ്പം 3 മാത്രമാണ് വരുന്നത്. പിന്നെ അതിനുശേഷം ഇതിനകത്തുനിന്ന് ബാലൻസ് വന്നു കഴിഞ്ഞാൽ പിന്നെ 12 വരും. ഓക്കെ, അപ്പോൾ ഇവിടെ 380യെ 16 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കോഷ്യന്റ് 23 കിട്ടും. 23 ഇവിടെ എഴുതുക. അതിനകത്ത് വരുന്ന റിമൈൻഡർ എന്ന് പറഞ്ഞാൽ 12 ആണ്. 12 ഇവിടെ എഴുതുക. ഓക്കെ, ഇനി വീണ്ടും 16 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 16 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 116 16 ആണ്. 2 16 32 ആണ്. 32 23ക്ക് മേളിൽ പോകുന്നതുകൊണ്ട് അത് എടുക്കരുത്. 1 × 16 16 ആണ്. ബാലൻസ് എത്ര കിട്ടും? 16 കഴിഞ്ഞാൽ ബാലൻസ് 7 ആണ്. ആ 7 ഇവിടെ എഴുതുക. ഇത്രേ ഉള്ളൂ. അപ്പോൾ
അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വേണം ആൻസർ എഴുതാൻ. 1712 എന്ന് എഴുതണം. 1712 എന്ന് എഴുതത്തില്ല. 12ന് നമുക്ക് ഇവിടെ കൊടുത്തിരിക്കുന്ന വാല്യൂ, അതായത് 9 കഴിഞ്ഞാൽ 10, 11, 12. 12ന് കൊടുത്തിരിക്കുന്നത് 1100 എന്ന് പറയുന്നത് സി ആണ്. അപ്പോൾ ഇവിടെ സി ആണ് നമ്മൾ 12ന് പകരം കൊടുക്കേണ്ടത്. അപ്പോൾ 17C to the base 16 എന്നായിരിക്കും ആൻസർ കിട്ടുക. ഇനി അടുത്തത് ഹെക്സാ ഡെസിമൽ ടു ഡെസിമൽ കൺവേർഷൻ ആണ്. ലാസ്റ്റ് കൺവേർഷൻ 16, അതായത് ഹെക്സാ ഡെസിമലിനെ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യുക. ഇവിടെ 3D7 to the base 16 എന്നാണ് തന്നേക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഹെക്സാ ഡെസിമലിനെ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഞാൻ പറഞ്ഞത് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡാണ്. ഏത് നമ്പർ കൊണ്ട്? ഈ 16 കൊണ്ട് എന്ത് ചെയ്യണം? നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെയാണ്? 3D7 ഇവിടെ നോക്കിക്കേ, 3D7 എന്ന് പറയുമ്പം വലത് സൈഡിൽ നിന്ന് എഴുതി തുടങ്ങണം. 16 എന്ന് വെച്ചാൽ മൾട്ടിപ്ലൈ ഉണ്ട്. അപ്പോൾ 16 raised to 0, 16 raised to 1, 16 raised to 2. ഇതിൻ്റെ ഇടയ്ക്കെല്ലാം പ്ലസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 3 into 16 raised to 2 പ്ലസ് d into 16 raised to 1, അതായത് ഓക്കെ, d into 16 raised to 1, സോറി, d into 16 raised to 1 പ്ലസ് 7 into 16 raised to 0. ഇവിടെ d എന്ന് പറയുന്നത് A 10, B 11, C 12, D എന്ന് പറയുന്നത് 13 ആണ്. അതുകൊണ്ടാണ് ഇവിടെ 13 എന്ന് എഴുതിയത്. അപ്പോൾ ഈ D എന്ന് മുതൽ ഇനി 13 എഴുതിയാൽ മതി. അപ്പോൾ 3 into 16 സ്ക്വയർ എത്ര? 256 ആണ്. പ്ലസ് D എന്ന് പറഞ്ഞാൽ 13 ആണ്. 13 into 16 raised to 1 എന്ന് പറഞ്ഞാൽ 16 ആണ്. പ്ലസ് 7 into 16 raised to 0 എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞിരുന്നു, ഏതൊരു വാല്യൂവിൻ്റെ പവർ 0 വന്നാലും അതിൻ്റെ ആൻസർ വെറും 1 ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് 1 എന്ന് എഴുതി. ഇനി 3 into 256 മൾട്ടിപ്ലൈ ചെയ്താൽ 768 കിട്ടും. 13 into 16 ചെയ്താൽ 208 കിട്ടും. 7 into 1 ചെയ്താൽ 7 കിട്ടും. ഇത് മൂന്നോട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 983 കിട്ടും. അപ്പോൾ നമുക്ക് ഈ 3D7 to the base 16 എന്ന് പറഞ്ഞാൽ 983 to the base decimal 10 എന്ന് ആൻസർ കിട്ടും. ഓക്കെ.